ഫസ്റ്റ് ഓഫ് ഓൾ റൈറ്ററിനോടാണ് ചോദിക്കുന്നത്. അതായത് ഈ ഒരു കഥാപാത്രം പവി എന്നൊരു കഥാപാത്രം റിയൽ ലൈഫിൽ ഒരാളെ കണ്ടിട്ടാണ് അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് എഴുതിയെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഈ തിരക്കഥ എഴുതിയതിനു ശേഷം ആ ഒരു വ്യക്തിയെ പിന്നീട് കാണാൻ ശ്രമിച്ചിരുന്നു അല്ലെങ്കിൽ കണ്ടിരുന്നു? ഇല്ല, അതെ. എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റോറീസും ഇതുവരെ നമ്മൾ വായിച്ചിട്ടുള്ള എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ സ്റ്റോറീസും റിയൽ ലൈഫ് തന്നെയാണ്. നമ്മൾ ഈ കാണുന്ന കഥകളൊക്കെ ആരൊക്കെയോ എവിടെയൊക്കെയോ ജീവിച്ചിട്ടുണ്ട്. നമ്മുടെ കൺമുമ്പിൽ ഒരു പ്രത്യക്ഷ ഉദാഹരണമായിട്ട് അവർ വരുന്നില്ലെങ്കിൽ പോലും ആരുടെയൊക്കെയോ ജീവിതം മോഷ്ടിച്ചാണ് നമ്മൾ കഥകൾ ഉണ്ടാകുന്നത്. എൻ്റെ ഭാഗ്യത്തിന് ഇങ്ങനെ പവിത്രൻ്റെ ഒരു ക്യാരക്ടർ എൻ്റെ മുമ്പിൽ വന്നുപെട്ടു. അയാളുടെ സങ്കടങ്ങൾ എൻ്റെ മനസ്സിനെ സ്പർശിച്ചു. ആ സ്പർശമാണ് എഴുതാനുള്ള സ്പാർക്കായിട്ട് വന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ പുറകെ ഞാൻ പോയിട്ടില്ല. അതാണ് സത്യം. എന്താന്ന് വെച്ചാല് പുള്ളിയുടെ പുറകെ പോയി കഴിഞ്ഞാൽ പുള്ളിയോട് ഇതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ കേസ് വരും. സ്റ്റോറി റൈറ്റ് വെച്ചിട്ടേ അതായിരിക്കും ഉദ്ദേശം. എന്തായിരിക്കും ഒരു ഘട്ടത്തിൽ പോലും ഞാൻ മറ്റൊരു നടനെ പറ്റി ചിന്തിച്ചില്ല എന്നുള്ളതാണ് സത്യം. അത് വിനീതുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ഫേസിൽ തന്നെ വിനീത് ആരാണെന്ന് ഓപ്ഷൻ എന്നോട് ചോദിക്കുന്നതിനും വരെ ഞാൻ മിണ്ടാതിരുന്നു. അദ്ദേഹം പല ഓപ്ഷൻസ് വെച്ചിട്ടില്ല. നമ്മൾ രണ്ടുപേരും അപ്പോൾ വിനീതിന് എൻ്റെ മനസ്സിൽ ആരാന്ന് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ലാസ്റ്റിലാണ് അതെല്ലാം കേട്ട് നമ്മൾ ആലോചനയുടെ സെക്കൻഡ് ഘട്ടത്തിലാണ് നമുക്കിത് ആരാണ് രാജേഷിന്റെ മനസ്സിലാരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ദിലീപേട്ടനാണ് എൻ്റെ മനസ്സിൽ. അതിപ്പോഴും പവിത്രന് വേറൊരു ഓപ്ഷൻ എൻ്റെ മനസ്സിൽ വന്നിട്ടേ ഇല്ല. എഴുതുന്ന ഒരു ഘട്ടത്തിൽ പോലും വന്നിട്ടില്ല. ഈ ദിലീപ് സിനിമകൾ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ജോണറാണല്ലോ. നമുക്ക് ചെയ്തിട്ടുള്ള ആ സിനിമകളിലെ ഒരു പാക്കേജ് സ്വഭാവം ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു വെക്കേഷൻ ടൈമിലാണ് സിനിമ വരുന്നത്. അപ്പൊ വെക്കേഷൻ സമയത്ത് മുമ്പ് വന്നപ്പോഴൊക്കെ വലിയ വിജയങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. സോ എല്ലാം കൂടെ കൂടി ചേർന്നൊരു സക്സസ് ഫോർമുലയിലേക്കാണോ ഈ പവിയുടെ ഒരു യാത്ര? തീർച്ചയായിട്ടും. കാരണം ഇതൊരു വെക്കേഷൻ കാലം തന്നെയല്ലേ. അപ്പൊ ആ രീതിയിൽ ഉള്ള സിനിമ തന്നെയായിരിക്കും പവിക്കാൻ്റെ. അപ്പൊ അതിന്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാ ഒരു ഘട്ടങ്ങളിലൂടെയും പോയിട്ടുണ്ട് ഈ പവി. നിങ്ങളെ ചിരിപ്പിക്കും. ചിലപ്പോ എനിക്കത് കറക്റ്റ് അറിയില്ല, അയാളെ ഫീൽ ചെയ്യിപ്പിച്ചേക്കാം. നല്ല പാട്ടുകളുണ്ട്, എല്ലാം കൂടി ചേർന്ന ഒരു സാധനം എന്ന് പറയില്ല. നിങ്ങൾ എൻ്റെ ഇതിനു മുമ്പുള്ള ഒരുപാട് സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് ഈ പവിത്രൻ. റീഇൻവെൻഷൻ ഒന്നുമില്ല. നമ്മുടെ ഓരോ സിനിമകളും ശ്രമങ്ങളാണ്. ഞാനിപ്പോഴും പറയാറില്ല, എന്റെ ഓരോ സിനിമകളും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം എന്റെ ശ്രമങ്ങളാണ്. ചില ശ്രമങ്ങൾ നമ്മൾ ഗംഭീരമായിട്ട് വിജയിക്കും, ചിലത് അടിക്കൂല, ചിലത് അടിക്കും എന്നൊക്കെ പറയുന്നുള്ളൂ. എല്ലാം ശ്രമങ്ങൾ മാത്രമാണ്. അപ്പോ ഇതില് പവിത്രൻ എന്ന് പറയുന്ന ഇദ്ദേഹം ശരിക്കും പറഞ്ഞാല് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാള്. അയാൾ ജീവിതത്തിൽ അയാളുടേതായിട്ട് ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അയാൾ വിട്ടുപോയി. അങ്ങനെയുള്ള ഒരാള് അറിയാതെ എപ്പോഴും ഒരു പ്രണയത്തിൽപ്പെട്ടു. അപ്പൊ ഇവരൊന്ന് കഥ പറയുന്ന സമയത്ത് തന്നെ ഇയാൾ കുറച്ച് പ്രായമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു തലയൊക്കെ ഇട്ടിട്ടാണോ ചോദിച്ചു. അത് അങ്ങനെയല്ല, പക്ഷെ ഈ ദിലീപേട്ടൻ തന്നെയാണ്, പക്ഷെ കുറച്ച് മെച്യൂരിറ്റി ഉണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മീശ കട്ട് ചെയ്ത് കുറച്ച് പ്രായം കൂട്ടാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ എനിക്ക് പ്രായമില്ലെന്ന് എല്ലാം പറഞ്ഞു തന്നെ. അതല്ല അയാൾ അതിനെ കുറിച്ചൊന്നും ബോധേടല്ല. അങ്ങനെയുള്ള ഒരാള് അയാൾക്ക് മറ്റുള്ളവരുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ. അപ്പോ ഈ ഏതൊരാളും പ്രണയത്തിൽ പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷയമുണ്ടല്ലോ. അയാൾക്കൊരു പ്രണയം ഉണ്ടാകുമ്പോൾ നമ്മൾ മാനസികമായി തന്നെ ഒരു യങ്ങാവാനുള്ള ഒരു ശ്രമവും അല്ലെങ്കിൽ യങ്ങായി പോകും. നമ്മുടെ പ്രവർത്തികളും രീതികളും ഒക്കെ ആ രീതിക്കായിരിക്കും. കാരണം നമുക്ക് ഒരു മനസ്സിന് സുഖം തരുന്ന ഒരു കാര്യം അപ്പുറത്തോട്ട് എന്ന് പറയുമ്പോൾ താനൊരാണാണ് എന്ന് കാണിക്കാനുള്ള ശ്രമങ്ങൾ, ബോൾഡായിട്ട് ബിഹേവ് ചെയ്യുക, സരസത കൂടുക, ഇതൊക്കെ മൊത്തത്തിൽ ലൈഫിൽ റൊമാൻറ്റിക് ആവുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. അതൊക്കെ ഈ പവിത്രന് നമുക്കറിയാം. നമ്മളെല്ലാവരും റൊമാൻറ്റിക് ആണ് അല്ലേ? കാര്യം റൊമാൻസ് മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെക്കാനിക്കൽ ആവുക എന്ന് പറഞ്ഞൊരു അവസ്ഥയിലെത്തും. ചിരി കണ്ടാ അറിയാം റൊമാൻറ്റിക്. ദിലീപേട്ട, സിനിമ എന്ന് പറയുന്ന ഒരു ഭാഗ്യത്തിന്റെ കളികളാണ് പറയാറുണ്ട്.
ഒരു കറക്റ്റ് വെക്കേഷൻ ടൈമിൽ ഇങ്ങനെ ഒരു പടം വരുന്നു, CD മൂസയുടെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ തന്നെ ഫ്ലാറ്റിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നു, ഒരു കോയിൻസിഡൻസ് പോലെ വന്ന പോലെ തോന്നുന്നില്ല? അങ്ങനെയില്ല, നമ്മള് പല ഫ്ലാറ്റുകളും ഇങ്ങനെ നോക്കി. വിനീത് കുറെ ഫ്ലാറ്റുകൾ പോയി നോക്കിയതാണ്. പക്ഷെ നമുക്ക് എല്ലാം ഒത്തുചേർന്ന് വരുന്ന ഒരു സംഭവം ഇങ്ങനെ ഇല്ലാണ്ടായപ്പോഴും ഞാൻ വിനീത് ഞാനൊരു സ്ഥലം പറയാം എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. നിങ്ങൾ പോയി കണ്ടു നോക്കൂ. കാരണം നിങ്ങൾ പറയുന്ന എല്ലാ സാധനങ്ങളും ഒത്തു വരുന്ന ഒരു സ്ഥലം എനിക്ക് തോന്നുന്നത് ആ സ്കൈലൈൻ്റെ ആ ഫ്ലാറ്റ് ആയിരിക്കും. CD മൂസയിൽ നമ്മൾ ചെയ്തതാണ്. അത് നിങ്ങൾ വേറെ രീതിയിൽ എങ്ങനെ കാണിക്കുന്നു അതാണ് നോക്കുന്നത്. അതിന്റെ വിനീത് വച്ചിരിക്കുന്ന അതിന്റെ വേറെ ആംഗിളുകളൊക്കെയാണ്. സെയിം ഫ്ലാറ്റ് ആണെങ്കിലും അത് നമ്മൾ വേറൊരു ഫ്ലാറ്റിലെടുത്ത ഫീലുള്ള സംഭവങ്ങൾ തന്നെയാണ് നമുക്ക് വരിക. ദിലീപേട്ട അന്ന് ഓഡിയോ ലോഞ്ചിൽ തന്നെ പറയുമ്പോൾ വളരെ ഇമോഷണൽ ആയിട്ട് സ്പീച്ച് ആയിരുന്നു ദിലീപേട്ട നടത്തിയത്. ശരിക്കും അത് മനഃപൂർവ്വം സംസാരിച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് നാച്ചുറലി ഉണ്ടാവുന്ന ഒരു സംഭവം. അത് പിന്നെ പെട്ടെന്ന് ഞാൻ അതിൽ നിന്ന് തന്നെ വേറെ വഴിക്ക് പോയത്. അല്ല, കാരണം എന്ന് വെച്ചാൽ ദിലീപേട്ടന്റെ പേഴ്സണലി തോന്നുന്നുണ്ടോ സിനിമകളിൽ ഇങ്ങനെ ആരെങ്കിലും ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ടാർഗറ്റ് ചെയ്യുന്നത് ഇന്നലെ തുടങ്ങുന്നല്ലോ എന്നെ. ശരിക്കും പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി. പേഴ്സണലി മാത്രമല്ല, ദിലീപേട്ടന്റെ കരിയർ കൂടി നശിപ്പിക്കുക, ദിലീപേട്ടന്റെ സിനിമകളെ അല്ല, ഞാൻ നിങ്ങൾ കാണുന്നതല്ലേ എന്റെ ഓരോ സിനിമ വരുന്നതിന് മുമ്പ് ഓരോ ഐറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് നിങ്ങൾ ഇന്നലെ എല്ലാവരും കാണുന്നത്. ഇതിപ്പോ ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ്. അതൊന്നും ഏക്കാതായപ്പോ വേറെ രീതിയിലൊക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമ്മൾ ഫേസ് ചെയ്യാം. നമ്മള് സിനിമയാണ് എന്റെ ലോകം, സിനിമയെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിച്ചുകൊണ്ട് പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കളികൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോ കുറെ ഒരു ഫൈറ്റർ നിൽക്കുകയാണ്, അത് അതിന്റെ വഴിക്ക് പോവാ അല്ലാണ്ട് അല്ലേ? ഞാൻ ആരാണെന്നോ? ഞാൻ ആരാണെന്ന് അന്വേഷിച്ചാൽ എനിക്കത് പറയാനുള്ള അവസ്ഥയില്ലല്ലോ. കാരണം എനിക്ക് ഒന്നിനെ കുറിച്ചും ഒന്നും സംസാരിക്കാൻ പാടില്ല. അതാണ് അങ്ങനെ. എന്റെ വിഷയം എന്ന് പറഞ്ഞത് ഒരു ആരോപണം എടുത്തിട്ടിട്ട് പിന്നെ എന്നെ കാണുന്നവന്മാര് മുഴുവൻ അവിടെ നിന്ന് അടിക്കുക, വായി തോന്നുന്ന പറയാന്ന് പറയുമ്പോഴും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. തിരിച്ച് എനിക്ക് പറയാൻ പാടില്ല. കാത്തിരിക്കും, പ്രാർത്ഥിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ. അതെ അതെ, 100%. അത് കയറുന്നതാണ് എന്റെ വിശ്വാസം. കാരണം പവിയെ നിങ്ങൾക്ക് നേരിട്ട് അറിയാം. നിങ്ങളുടെ മുമ്പിലുള്ള ഒരാൾ തന്നെ പവി. ഈ കെയർ ടേക്കർ എന്ന് പറഞ്ഞത് ഏതൊരു ഫ്ലാറ്റിലും നമ്മൾ മിക്ക ആൾക്കാരും ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണ്, താമസിച്ചിട്ടുള്ളവരാണ്. ഫ്ലാറ്റിനെ കുറിച്ച് ആ കൾച്ചറിനെ കുറിച്ച് നന്നായി അറിയുന്നവരാണ്. അവിടെ എല്ലാം ഒരു കെയർ ടേക്കർ ഉണ്ടാവും. ഈ പവിത്രൻ എന്ന് പറയുന്ന കെയർ ടേക്കറുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഓടുന്നത് ഇയാളുടെ തലയെക്കുറിയാന്നുള്ളത്. എല്ലാവരുടെയും ഗാർഡിയനാണ് പുള്ളി എന്നുള്ളതാണ്. എല്ലാവരുടെ കാര്യത്തിൽ പോയി ഇടപെടുക എന്നുള്ളതാണ്. അതിൽ നിന്നുണ്ടാകുന്ന തമാശകളും കാര്യങ്ങളെ കൂടി സരസതകൾ കൂടി ആണ് ഈ സിനിമ പറയുന്നത്. ഈ അടുത്ത കാലത്ത് ദിലീപിന്റെ റിലീസ് നമുക്ക് അറിയാം. ചില സിനിമകൾ വേണ്ടത്ര ദിലീപിന്റെ പ്രതീക്ഷ വർക്കൗട്ട് ആവാത്ത സിനിമകളുണ്ട്, എന്നാൽ ആയ സിനിമകളുണ്ട്. അപ്പം ദിലീപ് എന്ന നടനിൽ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ വിജയവും പരാജയവും ദിലീപ് ഹാൻഡിൽ ചെയ്യുന്നത് എത്ര ദിവസമായിരുന്നു? വിജയത്തിനും പരാജയത്തിനും ജീവിതത്തിലും നടന്ന രീതി. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ നമുക്ക് സംഭവിക്കുന്നതാണ്. നമ്മളെല്ലാം നന്നാവട്ടെ എന്ന് പറഞ്ഞു തന്നെയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഹിറ്റുകൾ കിട്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഇടയ്ക്ക് പരാജയങ്ങളും കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പോ കഴിഞ്ഞ കുറെ ഹിറ്റുകൾ കിട്ടി എന്ന് പറഞ്ഞാൽ ഇനി എല്ലാം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ കഴിഞ്ഞ കുറെ പരാജയങ്ങൾ ഉണ്ടായോ അല്ലെങ്കിൽ 1-2 സിനിമ മോശമായെന്ന് പറഞ്ഞാൽ അടുത്ത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ ഒരു ജാതകമുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ നിലനിർത്തിയ ഒരു ആക്ടറാണ് ഞാൻ. കാരണം ഞാൻ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തു വന്ന ഒരാളാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരും മീഡിയയും എല്ലാവരും തന്ന സപ്പോർട്ടിൽ തന്നെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ നിൽക്കുന്ന സ്ഥലത്ത് വരെ എത്തിയിരിക്കുന്നത്. അത് എന്റെ സിനിമകൾ എല്ലാം ഒരേ ടൈപ്പ് സിനിമകളല്ല, പല പല ടൈപ്പ് സിനിമകൾ, പല പല ടൈപ്പ് കഥാപാത്രങ്ങളാണ്. അതിൽ ചിലത് വർക്കൗട്ട് ആവും, ചിലത് വർക്കൗട്ട് ആവില്ല. ഇപ്പൊ ഭയങ്കര വലിയ സക്സസ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ആഘോഷിച്ച് അങ്ങനെ നടക്കുന്ന ഒരാളല്ല. പരാജയവും വിജയവും ഇതിന്റെ ഒക്കെ ഭാഗമായി പോകുന്നു. പിന്നെ ഒരു പടം വർക്കൗട്ട് ആയില്ലെങ്കിൽ നമുക്ക് സങ്കടം എന്ന് വെച്ചാൽ പാവം അതിന്റെ പ്രൊഡ്യൂസർ അത്രയും നമുക്ക് ചിലപ്പോൾ അടുത്ത സിനിമയിൽ അത് കവർ ചെയ്യാൻ പറ്റും.
പക്ഷെ ഒരു പ്രൊഡക്റ്റ് വരുമ്പോൾ ആ പ്രൊഡക്റ്റ് ഫെയിലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നഷ്ടം പ്രൊഡ്യൂസേഴ്സിന്. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും അടുത്ത സിനിമ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും ഏത് സിനിമ ചെയ്യുന്ന ഒരാളും ഈ സിനിമ നന്നാവണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫെയ്റ്റും നമുക്ക് അറിഞ്ഞൂടാ. ദിലീപേട്ട, മറ്റൊരു നല്ല കാര്യം എന്ന് വെച്ചാൽ ഫിയോക്കിന്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആദ്യത്തെ പടമാണ് ദിലീപ്. അവരുടെ പറയും ദിലീപേട്ടൻ്റെ അടുത്ത് ദിലീപേട്ടൻ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ തിയേറ്റർ ഓണേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴേക്കും, കാരണം ഈ കഴിഞ്ഞ ഇടയിൽ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. തിയേറ്റേഴ്സ് സിനിമ റിലീസ് ചെയ്യുന്നത്, തിയേറ്ററിൽ അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇനി ഒരു പ്രശ്നങ്ങൾ വന്നാലും ഞങ്ങൾക്ക് ഇനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ട് ഒരു ബ്രാൻഡ് ഉണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ട് കമ്പനി ഉണ്ട് എന്നൊരു സ്റ്റാൻഡിന് വേണ്ടിയാണ് ഇങ്ങനൊരു. അല്ലല്ല, കാരണം 10-21 വർഷമായിട്ട് ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനിലെ ഒരു മെമ്പർ കൂടിയാണ്. അത് മാത്രമല്ല, ഞാനിവിടെ 21 വർഷമായിട്ട് സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പോ ഈ ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടന, അതിന് ഇരിക്കാനുള്ളൊരു സ്ഥലം, അതുപോലെ തന്നെ അതിലെ അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ്, ഒരു നന്മയുടെ തുടക്കം എന്നുള്ള രീതിയിൽ മാത്രമാണ്. അതല്ലാതെ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, അന്നത്തെ ഫിയോക്കിന്റെ ലോഞ്ചിന് പ്രൊഡ്യൂസർ അസോസിയേഷനും ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനും ചേംബറും എല്ലാവരും കൂടി വന്നിട്ട് തന്നെയാണ് എല്ലാവരും ആശംസകളും എല്ലാം വന്നിട്ടാണ്. അതിന്റെ സത്യസന്ധമായിട്ടുള്ള കാര്യം. അല്ലാണ്ട് ഇത് വേറൊന്നിന് പൊളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു കാര്യമേ അല്ല. അങ്ങനെ ചിന്തിക്കുകയും ചെയ്തത് ദൈവം, മനസ്സിലായോ? അത് ഞാൻ ശരിക്കും ഫിയോക്കിന്റെ ചെയർമാൻ ആയതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത വന്നപ്പോ എന്റെ കയ്യിലിരിക്കുന്ന പടം, അപ്പൊ ഓക്കെ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ എന്താ സപ്പോർട്ട് ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ ഞാൻ അതിൽ നിന്നത്. അത് ഇല്ലെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിയോക്ക് വേറെ ആൾക്കാരോട് സിനിമകൾ ഡിസ്ട്രിബ്യൂഷൻ ചോദിക്കുമ്പോൾ അവർ ചോദിക്കും, ചെയർമാൻ നിങ്ങൾക്ക് പടം തരില്ലേ, എനിക്ക് ചെയർമാന് നിങ്ങളുടെ വിശ്വാസമില്ലെന്ന് ചോദിക്കുന്ന ഒരു വലിയ ചോദ്യം ഉണ്ടാവല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ റെഡി. ഇനി പുറകെ ഓരോ ആൾക്കാർ ഫിയോക്കിലൂടെ വന്നേക്കാം എന്ന് വെച്ച് മറ്റുള്ള അസോസിയേഷനിൽ ഇതാവുന്നില്ല. നമ്മളെല്ലാം ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ മെമ്പേഴ്സാണ്. ആരാ പോസ്റ്റ് ഇട്ട്? അതെന്താ പറയുന്നത്? എനിക്കതിന് തോന്നിയിട്ടില്ല. എന്റെ കഥാപാത്രം അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഇപ്പൊ വളരെ സീരിയസ് ആയിട്ട് ബിഹേവ് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് ഞാൻ വെറുതെ കിടന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ കഥാപാത്രം എന്താ ആവശ്യപ്പെടുന്നു എന്നുള്ളതിനും ഞാൻ ബിഹേവ് ചെയ്താൽ പോരെ. അതാ ചോദിച്ചാ, അത് അയാൾ ആരാണ്? അതെന്താ പറയാൻ പറ്റത്തെ? അതെന്താ അത്? അതെ, അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന കാര്യത്തിന് ഞാൻ എന്തിനു ഉത്തരം പറയണം? എനിക്ക് അറിയാൻ പാടില്ലാത്ത ആരോ ഒരാൾ എവിടെ നിന്ന് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇതിന് മുഴുവൻ ഉത്തരം പറയാൻ, കാരണം എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. ഇല്ല, എനിക്ക് ഞാൻ പറയുന്നത്, ഞാൻ ഏത് കഥാപാത്രം ചെയ്യുമ്പോഴും ആ കഥാപാത്രം എന്ത് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ നിങ്ങള് ഈ പവി കെയർടേക്കർ കാണുമ്പോ ഇയാൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അയാളുടെ ഇതിൽ പോകും. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കാലത്ത് അങ്ങനെ ഒരു ആടിത്തിമർക്കുന്ന തമാശകൾ എനിക്ക് വന്നില്ല. എല്ലാത്തിനും ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പൊ ലാസ്റ്റ് എനിക്ക് തോന്നുന്നത് പിന്നെ അത് ബിഗ് സ്ക്രീനിൽ വന്നില്ല. കേശു വീടിന്റെ നാട് അയാളുടെ രീതിക്കുള്ള ഒരു ആട്ടവും കാര്യങ്ങളും ഉള്ള ഒരാളാണ്. ഇപ്പൊ വോയിസ് ഓഫ് സത്യനാഥനില് അയാള് ഈ ഫേസ് ചെയ്യുന്നത് പ്രസിഡന്റുമായുള്ള പ്രശ്നത്തിലാണ്. അപ്പൊ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് കൂടുതൽ അതൊരു കോമാളിത്തത്തിലേക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥകളുണ്ട്. ഈ ഫ്ലെക്സിബിൾ ആവുക എന്ന് പറയുന്ന ഒരു വിഷയമുണ്ടല്ലോ. ചില ക്യാരക്ടേഴ്സിന് നമ്മൾ ഒരുപാട് ഫ്ലെക്സിബിൾ ആവാൻ പറ്റില്ല. അയാളുടെ രീതികളുണ്ട്. അപ്പൊ ക്യാരക്ടറിനെ ബേസ് ചെയ്തേ ഞാൻ പോയിട്ടുള്ളൂ. എനിക്ക് പല പ്രശ്നങ്ങളും, ഇപ്പൊ എന്റെ പ്രശ്നങ്ങൾ ഇന്നലെ തുടങ്ങിയൊന്നുമില്ല. ഞാൻ ഈ പൊട്ടിച്ചെരിപ്പിക്കുന്ന പടങ്ങൾ ചെയ്യുന്നതിനൊക്കെ എത്രയോ വർഷം മുമ്പ് എനിക്ക് പ്രശ്നമുണ്ട്. ഞാൻ സിനിമയിൽ വരുന്ന കാലം തുടങ്ങി ഞാൻ ഒറ്റ മുറിയുള്ള ഒരു വീട്ടിൽ നിന്ന് വന്ന ഒരാളാണ്. അന്ന് എനിക്ക് പ്രശ്നമുണ്ട്. അന്ന് ഞാൻ തമാശ ചെയ്യുന്നില്ല. എന്റെ ജോലിയിൽ ഞാൻ ആ കഥാപാത്രം എന്താ ആവശ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഈ സിനിമ നിങ്ങൾ കാണൂ, എന്നിട്ട് അയാളോട് ചോദിക്കും, ഇപ്പൊ ഇയാള് ശരിയായോ എന്ന് ചോദിക്കും. മാറി ഇത് വേറെ പോസ്റ്റാ.
എന്നെ പോസ്റ്റ് ആക്കരുതില്ല. ഇല്ല ഒരിക്കലും ഇല്ല. ഇതിന്റെ ടീസർ കണ്ടപ്പം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഓക്കെ നമ്മുടെ ദിലീപേട്ടൻ പഴയ തെറ്ററിലേക്ക് തിരിച്ചു വന്നു. ഇത് പുള്ളിയുടെ കയ്യിൽ ഒതുങ്ങുന്ന സംഭവമാണ്. ഇത് ചിരിപ്പിക്കാൻ പുള്ളിയെ ഒബിയസ്ലി പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ടീസറും പിന്നീട് സോങ് ഇറങ്ങിയപ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. സോ അപ്പൊ ഇത്രയും നാള് ചെയ്ത പടങ്ങളുടെ കോമഡി അല്ലെങ്കിൽ കഥാപാത്രങ്ങളിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ടാണോ പവിയിലേക്ക് വന്നത്, അതോ ഇത്രയും നാള് ചെയ്ത കോമഡിയിൽ നിന്നെല്ലാം മാറി പുതിയൊരു കഥാപാത്രമായിട്ടാണോ പവിയിൽ വന്നത്? ഇത് പുതിയൊരാളല്ലേ പവിത്ര, പുതിയൊരാളാണ്, പഴയ രീതികളൊന്നുമല്ല. പക്ഷെ നമ്മളെ അഭിനയിക്കുമ്പോ കോമഡി എപ്പോഴും നമ്മുടെ മുമ്പിൽ വീഴുന്നതൊക്കെ ഒരേപോലെ തന്നെയാറില്ലേ, അതുപോലെ ഉണ്ട്. പിന്നെ ഇതിൽ രസിപ്പിക്കാവുന്ന ഒരുപാട് സീക്വൻസുകളുണ്ട്. അത് നിങ്ങൾക്ക് രസിക്കാൻ പറ്റട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. പിന്നെ നിങ്ങൾ എല്ലാവരോടും പറയും, പുതിയ ആൾക്കാരോടൊക്കെ നമുക്ക് പറ്റിയ തമാശകളൊക്കെ ആയിട്ട് വരാൻ. നിങ്ങൾ എല്ലാവരും ഭയങ്കര കമ്പനിയല്ലേ? അതെന്തായാലും എന്റെ സ്വഭാവം വെച്ചിട്ട് എല്ലാരും എന്നോട് കമ്പനിയാണ്. അപ്പൊ പിന്നെ എളുപ്പമല്ലേ? നമുക്കും കമ്പനിയാകട്ടെ. ദിലീപേട്ടൻ അങ്ങനെ സംസാരിക്കാറുണ്ടോ? ഇപ്പൊ ബേസിൽ ജോസഫ് അങ്ങനെ തുടങ്ങി ഈ കാലഘട്ടത്തില് എന്താണ് കോമഡി വർക്ക്ഔട്ട് ചെയ്യുന്ന കുറെ ഡയറക്ടേഴ്സ് ഉണ്ട്. ഞാൻ എല്ലാവരോടും സംസാരിക്കാറുണ്ട്. സംസാരിക്കുന്നില്ല, എല്ലാവരും അഭിനയത്തിലേക്ക് ഇറങ്ങി പോയി, എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ സിനിമ വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ദിലീപേട്ടൻ ഇപ്പം പഴയ ദിലീപേട്ടന്റെ ചിത്രങ്ങൾ, കോമഡി ചിത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റ് കഥാപാത്രങ്ങൾ, കോമഡി കഥാപാത്രങ്ങളിൽ തന്നെ ചെയ്യുന്ന മറ്റ് ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പൊ കൊച്ചിയാനിപ്പ അല്ലെങ്കിൽ ജയച്ചേട്ടനാണെങ്കിലും അങ്ങനെ സലീമേട്ടൻ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സ്പേസ് എം ടി ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അന്ന് ചെയ്ത പോലത്തെ സിനിമകൾ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാല് അന്ന് നമുക്ക് ഒരുപാട് ലെജൻസ് നമ്മളെ വിട്ടു പോയി കഴിഞ്ഞു. ഇനിയിപ്പോ അങ്ങനെയുള്ള ഒരു സിനിമയെ കുറിച്ച് നമുക്ക് അറിയില്ല. ഇപ്പൊ സിനിമകളുടെ രീതികൾ മാറി വരുന്നു, തമാശകളുടെ സ്വഭാവങ്ങൾ മാറി വരുന്നു. ഇപ്പൊ തിരക്കഥകൾ വരുമ്പോൾ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാവാറുണ്ടോ, അതോ അല്ലെങ്കിൽ ഇല്ല? ഇപ്പൊ കൂടുതൽ ഇപ്പൊ പുതിയ ആൾക്കാർ കഥ പറയുന്നത് ഇപ്പോഴത്തെ രീതിക്കുള്ള രീതിയിലല്ല. പണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു കഥ പറയുന്നത്, നമ്മുടെ അടുത്തൊരു റൈറ്റർ വന്ന് കഥ പറയുന്നത്, ഒരു കഥാകൃത്ത് കഥ പറയുന്നത് കൂടുതലും നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാൻ വേണ്ടിയിട്ട് ആർട്ടിസ്റ്റിനെ വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് സിനിമ കാണാൻ പറ്റുകയാണ്. ഇന്ന് അങ്ങനെ എടുത്തു വന്ന് പറയാൻ പറ്റുന്ന വളരെ അപൂർവ ആർട്ടിസ്റ്റുകളുള്ളൂ. അങ്ങനെ പറയും, ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് കഥ പറയും. ദിലീപേട്ടൻ ഈസ് ഈക്വൽ ടു എന്റർടൈൻമെന്റ് എന്നൊരു ഫോർമുലയുണ്ട്. മലയാളി പ്രശ്നം പറയുമ്പോൾ അങ്ങനെ ഒരു ഇതാണ്. ഇപ്പൊ അതൊരു എന്താ പറയുക, ഒരു ഭാരമായിട്ട് തോന്നുന്നു. കാരണം ഒരു ആക്ടറിനെ സംബന്ധിച്ച് എല്ലാ കഥാപാത്രങ്ങളും എക്സ്പ്ലോർ ചെയ്യുക, അല്ലെങ്കിൽ ദിലീപേട്ടൻ പേഴ്സണലി ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കഥാപാത്രങ്ങൾ നമ്മളുടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ എല്ലാവരും പറയുന്നത് നമ്മളുടെ സിനിമകളിൽ നിന്ന് കാണാൻ രസിക്കാനും നമ്മൾ ഏത് തരത്തിലുള്ള കഥാപാത്രം ചെയ്താലും പ്രശ്നമില്ല, അതിനകത്ത് സരസ്വതി ഉണ്ടാവും. അതാണ് എല്ലാവരും പറയുന്നത്. ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ പേടിച്ച് ചെയ്തൊരു വേഷമാണ് വാളയാർ പരമശിവം. കാരണം സ്പിരിറ്റ് മാഫിയയിലുള്ള, ഞാനത് 2006 ആണ്, 2006 എന്തോ തോന്നുന്നു അല്ലേ, റൺവേ 4 6 എന്തോ ആണ്. അപ്പൊ ആ സമയത്ത് സ്പിരിറ്റ് മാഫിയ ലീഡറാണ്. പക്ഷെ അയാളുടെ സരസതയും അയാളുടെ ബുദ്ധിയൊക്കെയാണ് ആ സിനിമയെ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതിന്റെ അടുത്ത വർഷം എന്താണ് ഞാൻ ഹോം മിനിസ്റ്ററായിട്ട് അഭിനയിച്ചത്. പക്ഷെ നമ്മൾ അതിലൂടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളിലൂടെ സരസതയെ കൂടി പറയാം. പിന്നെ ആസ് എൻ ആക്ടർ നമ്മൾ പല വഴിക്കുമൊക്കെ പോയി നോക്കും. കാരണം ഇതിൽ നമുക്ക് തന്നെ ബോറടിക്കുമല്ലേ, ഒരേപോലെ ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാവുന്ന വിഷയങ്ങൾ. അതിന് ചിലത് ആൾക്കാർക്ക് ഇഷ്ടാവും, ചിലത് ഇഷ്ടാവില്ല. ആക്ടറാണ്, നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്തോണ്ടിരിക്കും അല്ലേ? അല്ല, കാരണം കഴിഞ്ഞ താങ്കൾ ഇറങ്ങിയ സീരിയസ് ആയിട്ട് ചെയ്ത റോളുകളൊക്കെ പലപ്പോഴും പ്രേക്ഷകർ പറഞ്ഞ ദിലീപേട്ടനാണെങ്കിൽ എന്റർടൈൻമെന്റ് ആയിരിക്കും നല്ലത്. നമ്മൾ കരയുന്നത് കാണാൻ ഇഷ്ടമല്ല. നിങ്ങൾ നേരത്തെ വെച്ച് എന്തിനാ സങ്കടപ്പെട്ടു എന്ന് ചോദിച്ചു. അത് ഞാൻ എപ്പോഴും ചിരിച്ചിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ? അപ്പൊ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു വിളിച്ചു, നിങ്ങൾ അങ്ങനെ സങ്കടമൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്ന അത് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. നമ്മൾ എപ്പോഴും പ്രസന്റ് ആയിരിക്കണം. എനിക്കും അത് തന്നെ എപ്പോഴും ഇഷ്ടം. ഞാൻ എപ്പോഴും ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളും എന്നെ ചിരിപ്പിക്കാൻ നിൽക്കുന്ന ആൾക്കാരെ കൂട്ടത്തിൽ പോയി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുമാണ്. അല്ല, നമ്മുടെ ഒരു ജോണിക്ക് ബിസിയ, ജോണി ഭയങ്കര തിരക്കുള്ള ആളായിട്ട് വിളിയോട് വിളി ആൾക്കാർ കോൾഷീറ്റ്. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ
അതിനോട് 100% നീതി കൊടുത്ത് എന്നുള്ളത് മാത്രമാണ്. ഞാൻ പറഞ്ഞില്ലേ അതിന്റെ റിസൾട്ട് എന്താന്നുള്ളത്, അത് ഗംഭീരമായ സന്തോഷം. ഇപ്പൊ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ആ സിനിമ നന്നായി, അത് മാത്രമല്ല അത് OTT-യിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് കൂടുതൽ അഭിപ്രായങ്ങളും കാര്യങ്ങളും വിളിച്ചു പറയൊക്കെ. അപ്പൊ അത് ഏത് സിനിമയാണെങ്കിലും ഇപ്പൊ പഴയ സിനിമയെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ്. അത് ഏതൊരു ആക്ടർക്കും അതെ. ഞാൻ ചെയ്ത കഥാപാത്രങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് ഓരോ തവണയും വീണ്ടും വീണ്ടും അവാർഡ് കിട്ടുന്ന പോലെ തന്നെയാണ്. അത് ഏത് ലെവലിലേക്ക് പോയി എന്നുള്ളതല്ല. ഞാൻ സിനിമ ചെയ്യുന്നത് കൂടുതലും പ്രേക്ഷകർ കാണാൻ വേണ്ടിയിട്ടാണ്. ഞാനല്ലല്ലോ എന്നെ വെച്ച് പടം ചെയ്യുന്ന ആൾക്കാരല്ല. അപ്പൊ എന്നെ വെച്ച് പടം ചെയ്യുന്ന ആൾക്കാർക്ക് ചോദിക്കാം. എനിക്ക് എന്നെ വെച്ച് ഡയറക്ട് ചെയ്യുന്നത്, എന്നെ വെച്ച് കഥ ഉണ്ടാക്കുന്ന റൈറ്റേഴ്സിന് അപ്രോപ്രിയേറ്റ് ഉണ്ട്. ഇവര് അപ്ഡേറ്റഡ് ആണോ എന്ന് ചോദിക്കും. കാരണം എനിക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനാണ് ഡയറക്ടറെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ എന്റേതാണ്. ഞാൻ ചെയ്ത ഓരോ സിനിമയ്ക്കും ഓരോ ഡയറക്ടർ ഉണ്ട്, ഒരു റൈറ്റർ ഉണ്ട്, എല്ലാം ഇല്ലേ. ഞാൻ മാത്രമല്ലല്ലോ, ഞാൻ ആടുന്ന ഒരാളാണ്. അത് ഇവര് പറയുന്നതനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ ചില സംശയങ്ങൾ ചോദിക്കുമ്പോൾ അത് ഇതാണ്, ഇപ്പോഴത്തെ ഇങ്ങനെയാണ്. ഓക്കെ, ഞാൻ ഓരോ സിനിമയ്ക്കും എന്റെ ആർഗ്യുമെന്റ്സുകൾ, എന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരുടെ കൂടെ യാത്ര ചോദിച്ചോക്കെ ഇവരോട്. ഞാൻ പിടിച്ചുകൊണ്ട് ഇവരെ കൊണ്ട് പോകുന്നതാണോ, ഞാൻ ഇവരുടെ കൂടെ പോകുന്നതാണോ എന്ന് ഇവര് പറയട്ടെ. അത് ഏത് സിനിമയ്ക്കും അങ്ങനെ തന്നെയാണ്. പബ്ലിക് കെയർടേക്കർ അതിനകത്ത് പറയുന്നുണ്ട് അപ്ഡേറ്റഡ് ആവാൻ. അത് ഈ കഥാപാത്രത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ കഥാപാത്രത്തെ ഇവര് മോൾഡ് ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്. 18 വർഷം ഗൾഫിലൊക്കെ ആയിട്ട് അയാളുടെ ജീവിത രീതികളിൽ അയാൾ ഒരു പഴയ സ്വഭാവവും ചിന്തകളൊക്കെ ഉള്ള ഒരാള്. ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് അയാൾ മാറിയിട്ടില്ല. അയാളുടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അയാൾ പ്രണയത്തിൽപ്പെട്ടപ്പോഴാണ് എന്നുള്ളതാണ്. പേഴ്സണലി ഞാൻ അപ്ഡേറ്റഡ് ആണെന്ന് വെച്ചാൽ ഞാൻ ഒരു അഹങ്കാരം പറഞ്ഞു ഞാൻ എന്താന്ന് എനിക്ക് തന്നെ പിടിയില്ലാണ്ട് പോയി. ദിലീപേട്ട കുറച്ച് ദിലീപേട്ടൻ പറയുന്നത് അതായത് മറ്റുള്ളവരെ എപ്പോഴും ചിരിപ്പിക്കാനല്ലേ, മറ്റുള്ളവർക്ക് സന്തോഷം പകരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. പക്ഷേ മോസ്റ്റ്ലി നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളത് മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നവരുടെ ലൈഫിലുണ്ടാകുന്ന സങ്കടങ്ങൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. അപ്പൊ ദിലീപേട്ടന്റെ അങ്ങനെ കൂടെ നിൽക്കാൻ അങ്ങനെ ആരുമില്ല, അല്ലെങ്കിൽ ദിലീപേട്ടന്റെ സങ്കടങ്ങൾ, ദിലീപേട്ടന്റെ കരച്ചില് നോക്കാനായിട്ട് കെയർ ചെയ്യാൻ ആരുമില്ല എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം എന്റെ സങ്കടങ്ങളിലോ എന്റെ വിഷമങ്ങളിലോ എല്ലാം എന്റെ കൂടെ ശക്തരായ ആൾക്കാർ തന്നെ കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നും ഈ വേദിയിൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ എന്നെ അവോയ്ഡ് ചെയ്തു എന്ന് ഒരു സ്ഥലത്തും ഞാൻ പറയില്ല. എന്റെ മുഖത്ത് നോക്കിയ ഒരാൾ ഈ നിമിഷം വരെ ദൈവാനുഗ്രഹം മോശമായിട്ട് എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല. മനസ്സിലായി? നിങ്ങൾ പറയുന്നു ആരോ എന്തോ എന്ന് അറിയാത്ത കുറെ ആൾക്കാർ അങ്ങനെ സംസാരിക്കുന്നു. പിന്നെ വിരലിൽ ഉണ്ടാവുന്ന കുറച്ച് ആൾക്കാർ അതും ഇതും പറയുന്നു. അവർ ഞാൻ കാരണമാണ് ഇപ്പൊ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത്. എവിടുന്ന് പോകുന്ന കുറെ ആൾക്കാർ പുതിയ എന്നെ തെറി പറയുന്ന ആൾ എന്നുള്ള രീതിയിൽ ഫേമസ് ആവുന്നത്. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. എന്തായാലും എനിക്ക് സന്തോഷമുള്ളൂ, ഞാൻ വഴി ആൾക്കാർ ഫേമസ് ആവുന്നുണ്ട്, അവരുടെ ഫാമിലികൾ നന്നായി പോകുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ. അപ്പോഴും സ്വയം നശിക്കപ്പെടുക എന്നുള്ളത് എനിക്കങ്ങനെ ഫീൽ ചെയ്യാം. നിങ്ങൾ പറയുന്നത് എന്നെ കുറിച്ച് മോശമായി എഴുതുമ്പോഴും നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്റെ മുഖമല്ലേ വരുന്നത്. എഴുതിക്കോട്ടെ, അതിനെന്താ? കാരണം ഒരു പിയർ വർക്കും വേണ്ട. കുറെ വർഷമായിട്ട് ഞാൻ വളരെ വെറുതെ ഇരിക്കാൻ ദിവസവും നിങ്ങൾ എന്റെ മുഖം ഓർക്കാത്ത ഒരു ദിവസം ഉണ്ടോ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്? ഇല്ലേ? നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഞാനുണ്ട്, ഇല്ലേ? എത്ര ലക്ഷം രൂപയാണെങ്കിലാവും. കാരണം എന്നെ കുറിച്ച് നല്ല എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എന്തോ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ വഴിക്കാണ് കേട്ടെ. ഈ ഡെയിലി ഓർക്കുന്ന കാര്യം പറഞ്ഞതിനോട് ചേർത്ത് പറയാം, നമുക്ക് അത്രയും റിപ്പീറ്റ് വാച്ച് വാല്യൂ ഉള്ള സിനിമകള് TV ചാനലുകളിലായിരിക്കും. മൈ ബോസ്, അതുപോലെ തന്നെ CID ന്യൂസ് ഒക്കെയാണ്. അപ്പൊ പവി കെയർടേക്കർ എന്ന് പറയുന്ന പടം ദിലീപേട്ടന്റെ സ്ട്രോങ് പോയിന്റ് ആയിട്ടുള്ള ഇമോഷൻ പ്ലസ് കോമഡി ആണല്ലോ. അപ്പൊ നമുക്കൊരു എപ്പതി ഫീൽ ചെയ്യുന്ന ഒരു ക്യാരക്ടർ കൂടിയാണോ പവി? അല്ല, ഇയാളെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നാണ് എന്റെ ഇത്ര നാളത്തെ ഒരു ഇത് വെച്ചിട്ട് എന്റെ ഒരു വിശ്വാസം. നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കാണാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും പവി കെയർടേക്കർ. അതിന് ഭയങ്കര അടിച്ചമർത്തിയ അവകാശവാദങ്ങളല്ല എന്റെ വിശ്വാസം. ആരാണ്?
കുറച്ചു നേരം കൊണ്ട് ദിലീപേട്ടൻ പറയണ്ടായി നന്നായിട്ട് സംവിധാനം ചെയ്തവർക്ക് അഭിനയത്തിലേക്ക് ഇറങ്ങി എന്നാ ചെയ്യാനെന്ന് പറഞ്ഞു. അത് ജോണിച്ചേട്ടനെ കൂടെ ഉദ്ദേശിച്ചല്ലേ? എന്നെ ഉദ്ദേശം എന്നെ ജോണിച്ചേട്ടൻ മുഴുവൻ സമയം നടനായപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട നന്നായിട്ട് കോമഡി എക്സിക്യൂട്ട് ചെയ്ത സംവിധായകനെ കൂടിയാണ്. ഒന്നുമില്ല, ഈ പറഞ്ഞ ഞാൻ പറയും. ഇപ്പം ചിലപ്പോൾ ഞാൻ സിനിമ ഇപ്പം ചെയ്തുകൊണ്ടിരുന്നാൽ പറയും ഈ പറഞ്ഞ പോലെ പണം ചില ആളെന്നൊക്കെ പറഞ്ഞേക്കാം. ഇതെന്താ അറിയോ, എന്തിനാ പറയുന്നത്, നമ്മളിപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ പോകുന്നു. സംഭവം അതാണ്. കാരണം ഡയറക്ട് ചെയ്ത സമയത്ത് ഒരു കഥയും കൊണ്ട് ഹീറോയുടെ പുറകിൽ നടക്കുക, അതിനുവേണ്ടി അല്ലേ. ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പുറകെ കംപ്ലീറ്റ് ആൾക്കാർ ഞങ്ങള് പിന്നെ അതല്ലേ പറഞ്ഞ ചേട്ടൻ ആഗ്രഹമുണ്ട് അതിനുള്ളൊരു സാഹചര്യം. ഇപ്പൊ മൂസ 2 നന്നായി എഴുതി വരികയാണെങ്കിൽ രസകരമായ ആ കോമ്പോ ഒന്നിച്ച് അന്ന് ഇങ്ങനെ ഏത് ഊർജത്തിൽ തുടങ്ങിയോ ആ ഊർജത്തിൽ ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും മൂസ 2 ഉണ്ടാവും. അത് ഉണ്ടാവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അത് കണ്ടിട്ട് നിങ്ങൾ ഇപ്പൊ പറയും ഇത് കുറച്ചുകൂടെ പുതിയ ആള് ചെയ്തിരുന്നത് ചിലപ്പോൾ ബെറ്റർ ആയെന്ന് പറയും. അതിന് ഞാൻ വഴിവെക്കുകയില്ല. ഒന്നെങ്കിൽ കട്ടക്ക് പിടിച്ച് ഞാൻ അന്നുണ്ടാക്കിയതാണെന്നത് എന്റെ കഴിവിന് പരമാവധി ഞാൻ ശ്രമിക്കും. അത് ഞാൻ തീർച്ചയായിട്ടും കാരണം വിട്ടുകൊടുക്കുകയില്ല, കൊടുക്കില്ല. സ്കോട്ട്ലൻഡിലായിരിക്കും. സ്കോട്ട്ലൻഡിൽ തുടങ്ങും. സ്കോട്ട്ലൻഡിലായിരിക്കും ഇൻട്രൊഡക്ഷൻ സോങ്. ജോണിച്ചേട്ടാ അന്നത്തെ സി ഡി മ്യൂസിലുള്ള പല കലാകാരന്മാരും ഇപ്പൊ ഇല്ല. അപ്പൊ സി ഡി മ്യൂസ 2 എങ്ങനെയായിരിക്കും, അതായത് അത്ര ലെജൻഡറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഓർത്തിരിക്കുന്ന പല കഥാപാത്രങ്ങളും ഇന്ന് മലയാള സ്ക്രീനിൽ ഒരു കാര്യം ഞാൻ പറയുകയും പല ഇന്റർവ്യൂവിൽ ഞാൻ പത്രസമ്മേളനത്തിൽ പോയിട്ട് പല പടങ്ങളും മൂസയുടെ പത്രസമ്മേളനം പോലെയായി മാറാറുണ്ട്. ഇത് കേട്ടേക്കുന്ന സിനിമയുടെ പത്രസമ്മേളനം നമുക്കൊരു മൂസയുടെ പത്രസമ്മേളനം ഒന്ന് കാര്യമായിട്ട് നടത്തേണ്ട ഒരു ആവശ്യമുണ്ട്. ദിലീപിന്റെ നമുക്ക് വിജയാഘോഷ സമയത്ത് നടത്താം. പിന്നെ ചോദിച്ചതിന് മറുപടി പറഞ്ഞേക്കാം. ഒരിക്കലും ഇങ്ങനെ ഈ തുടർച്ചകൾ വന്നിട്ടുള്ള സിനിമകളിൽ ഒരിക്കലും ഒരു കഥാപാത്രവും നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ നമുക്കറിയാം ജെയിംസ് ബോണ്ട് സീരീസ് ആയാലും മറ്റേ ടെർമിനേറ്റർ ആയാലും കഥാപാത്രങ്ങൾ കൂടെ മാറി വരും. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ മൂസയും അർജുനും ഉണ്ടായാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് കാരണം അങ്ങനെ ചിന്തിച്ചാലേ പറ്റുള്ളൂ. മൂന്നല്ല ഇപ്പം വയ്യാത്ത നമുക്ക് ഒരു ഇല്ലാത്ത ആളുകളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നഷ്ടങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ ഉള്ള ആളുകളെ വെച്ചിട്ട് അത് നികത്താൻ ശ്രമിക്കും. പിന്നെ കഴിവിന് പറ്റില്ല. ഒരുപാട് കടമ്പകളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളൊരു ചോദ്യം കൂടെ ചോദിക്കും, ഇതാണ് അപ്ഡേഷൻ എന്ന് ചോദിച്ചാൽ അതും കേൾക്കണം. എന്തായാലും ഉറക്കം കെടുത്തുന്ന ദിവസങ്ങളായിരിക്കും അത്. അപ്പൊ എന്തായാലും നമ്മൾ വഴിയിലേക്ക് വരാം. ഈ നടന്നെന്ന ദിലീപേട്ടൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു നിർമ്മാതാവ് എന്നുള്ള ദിലീപേട്ടൻ എങ്ങനെയാണ് ഇപ്പൊ 60 ദിവസം പറഞ്ഞാൽ എന്തിനാണ് 60 ദിവസം നമുക്ക് 55 തീർത്തുകൂടെ ചോദിക്കുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെയാണ് ദിലീപേട്ടൻ എങ്ങനെയാണ്? 67 55 അത് ഞങ്ങൾക്ക് മഴ ഒരു വിഷയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ദിലീപേട്ടൻ പ്രൊഡ്യൂസർ എന്നുള്ള കാര്യം മറന്നുപോകും. അപ്പൊ വരുന്ന സമയമൊക്കെ 10 മണിയൊക്കെ ആവും. രാവിലെ 7 മണിക്ക് ഞങ്ങൾ റെഡി ആയിട്ടിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഈ സിനിമയ്ക്കൊക്കെ ഞാൻ 8 മണിക്കൊക്കെ എന്നെ കണ്ടിട്ടുണ്ട്. CID മ്യൂസിക് ഞാൻ 11-12 മണിക്കാ ചെല്ലണേ ആദ്യത്തെ പടത്തിന്. ഇല്ലേ ജോണി? പക്ഷേ ഞാൻ ചോദിച്ചുകൊണ്ട് പറയാം, പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൊഡ്യൂസറാണ് ഈ സിനിമയ്ക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പല കാര്യങ്ങളും ഒരുപക്ഷെ വേറൊരു പ്രൊഡ്യൂസർ ആണെങ്കിൽ ഞാൻ കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന പല കാര്യങ്ങളും എനിക്ക് വളരെ ഈസി ആയിട്ട്. കാരണം ദിലീപേട്ടൻ ഒരു നടൻ പ്രൊഡ്യൂസർ എന്നുള്ളതിനപ്പുറത്ത് ഒരു സംവിധാന സഹായിയായിട്ട് വന്ന ഒരാളാണ്. അപ്പൊ കൃത്യമായിട്ട് അറിയാം സിനിമയ്ക്ക് എന്താണ് വേണ്ടത്. ഇപ്പൊ ഞാൻ ഒരു ദിവസം ഷൂട്ട് തുടങ്ങി ഞങ്ങളെല്ലാം സെറ്റപ്പ് ഒക്കെ ചെയ്ത് ഫസ്റ്റ് ഫ്രെയിം വെച്ച് ദിലീപേട്ടൻ മേക്കപ്പ് ചെയ്ത് വന്ന് കോസ്റ്റ്യൂം ഇട്ട് വന്ന് ഒരു ഷോട്ട് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച രീതിയിലേക്ക് ആർട്ട് വർക്ക് വന്നിട്ടില്ല അന്ന്. അത് അവരുടെ കുഴപ്പമല്ല. അന്ന് പല സാഹചര്യങ്ങൾ കൊണ്ട് മഴയും മറ്റു പല വിഷയങ്ങളും കൊണ്ട് വിചാരിച്ച രീതിയിൽ അത് സെറ്റപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ ദിലീപേട്ടനോട് ഞാൻ ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത്, ചേട്ടാ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഇത് വർക്ക് ആവുന്നില്ല, നമുക്കിത് നാളെ എടുക്കാൻ പറ്റും. നാളെ എടുക്കുക, നീ വേറെ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യും. അത്ര പെട്ടെന്ന് നമുക്കൊരു ആൻസർ കിട്ടുകയും, കാരണം അങ്ങനെ അടുത്തൊരു സീൻ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് മണിക്കൂറുകൾ നഷ്ടമാകും. അത് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ വളരെ മടിച്ചിട്ടാണ് ഞാൻ ദിലീപേട്ടൻ്റെ അടുത്ത് പറയുന്നത്. പക്ഷെ ഒരു രണ്ടാമതൊരു ആലോചന ഇല്ലാതെ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് മാറ്റി ആലോചിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു സോങ്, ഈ സിനിമയിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള എനിക്കൊരു സോങ് ഷൂട്ട് ചെയ്യണമായിരുന്നു. അത് ഒരു ലൊക്കേഷൻ, സിംഗിൾ ലൊക്കേഷൻ, ദിലീപേട്ടൻ മാത്രമാണ് അതിനകത്ത് ആ സോങ്ങിൽ പെർഫോം ചെയ്യുന്നത്. അപ്പൊ അതിനെ എങ്ങനെ ഓവർകം ചെയ്യും, ആ സോങ്ങിന്റെ ഇമോഷൻ എങ്ങനെ കൃത്യമായിട്ട് കൊണ്ടുവരാൻ പല ആലോചനയിൽ നിന്നാണ് നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങി കുറച്ചു നേരം വർക്ക് ചെയ്ത് ബൃന്ദാ മാസ്റ്ററായിരുന്നു ഷൂട്ട് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ മാസ്റ്റർ അടുത്ത് ഞാൻ പറഞ്ഞു, മാസ്റ്റർ ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല ഇപ്പോൾ സോങ് മുമ്പോട്ട് പോകുന്നത്, നമുക്കൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത സ്കെഡ്യൂളിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.
എന്ന് പറഞ്ഞ് ഞാൻ ദിലീപേട്ടനടുത്ത് ഈ വിഷയം പറഞ്ഞപ്പോൾ ദിലീപേട്ടൻ പ്രൊഡ്യൂസർ ദിലീപേട്ടനാണ് ഞാൻ പറയുന്നത്. പ്രൊഡ്യൂസർ ദിലീപേട്ടന് ഒരു രണ്ടാമതൊരു ആലോചനയില്ല. ഓക്കെ, കാരണം അത്രമാത്രം ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മള് സംസാരത്തിലേക്ക് 2-3 പ്രാവശ്യം ചിരിച്ചില്ല, അല്ലെ, പൊട്ടിച്ചിരിച്ചു നമ്മള്. അത് എന്തുകൊണ്ടാ? ഈ സിറ്റുവേഷനിൽ അത് പെട്ടെന്ന് വർക്ക്ഔട്ട് ആയതുകൊണ്ടല്ലേ, അല്ലേ? ആ ഒരു സിറ്റുവേഷൻ, തമാശകള് നമുക്ക് എല്ലാവർക്കും അത് ആ ഒരു ടൈമിങ്ങില് നമുക്ക് കറക്റ്റ് ഇതാണെങ്കിൽ നമ്മൾ ചിരിച്ചിട്ടുണ്ട്. അത് ഏത് കാലഘട്ടത്തും അതിൻ്റെതായ രീതിയിൽ. ഇതിന്റെ ആ ഒരു ട്രീറ്റ്മെന്റിലാണ് കുറച്ച് വ്യത്യാസങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. സിറ്റുവേഷൻ കോമഡി എപ്പോഴും വർക്ക്ഔട്ട് ആവുന്ന കാര്യങ്ങൾ തന്നെയാണ്, അല്ലേ? പിന്നെ ഈ കോമഡി സിനിമകളിൽ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ പലപ്പോഴും തിയേറ്ററിൽ പൊട്ടിച്ചിരിക്കുന്ന സിനിമകൾ കാണാൻ പോയിട്ട് എനിക്ക് വളരെ അപൂർവ സ്ഥലത്താണ് ചിരിക്കുന്നത്. ചിലപ്പോൾ ആരും ചിരിക്കുന്ന സ്ഥലത്താണ് ഞാൻ ചിരിക്കുന്നത്. അപ്പോൾ എല്ലാതരം ചിരികളും ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഈ സിനിമ. കാരണം ഒരുപക്ഷെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നതായിരിക്കില്ല തൊട്ടടുത്ത ആൾ ചിരിക്കുന്നത്. അങ്ങനെ പല കാറ്റഗറി ഓഫ് ഹ്യൂമർ ഇതിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ത്രൂ ഔട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ചിരിയോടുകൂടി കണ്ടിരിക്കാൻ പറ്റുകയും ചില സ്ഥലത്തൊക്കെ പൊട്ടിച്ചിരികൾ കിട്ടാവുന്ന ഒരു സിനിമയാണ്. എവിടേക്കോ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചു പോകുന്ന പവിത്രൻ, ഞാൻ പറഞ്ഞില്ല, ഒരു ഗ്രേ ഷെയ്ഡിൽ തുടങ്ങി അദ്ദേഹത്തിന് ഒരു ക്യാരക്ടർ ആർക്കുണ്ട്. അയാൾ എവിടേക്കാണോ അപ്ഡേറ്റഡ് ആവേണ്ടത് അതെങ്ങനെ അപ്ഡേറ്റഡ് ആവുന്നു എന്നുള്ളതാണ് സിനിമ. പിന്നെ ഒരു കാര്യം, നമ്മളിതൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നാ പിന്നെ ചിരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾ വളരെ പ്ലെയിൻ ഒരു മനസ്സുമായിട്ട് പോയിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യണം, ഈ സിനിമ എൻജോയ് ചെയ്യണം എന്ന് പറഞ്ഞ് പോയിരിക്കണം. കുറ്റം കണ്ടുപിടിക്കാൻ ഇങ്ങനെ നോക്കിയിരുന്ന സിനിമ ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഞാനൊക്കെ ശരിക്കും ഏത് സിനിമ കാണുമ്പോഴും ആ സിനിമ എൻജോയ് ചെയ്യാനായിരിക്കണം. പിന്നീടാണ് ആ സിനിമ രണ്ടാമതിട്ട് കണ്ടാണ് ഇതിന്റെ നല്ലത് ഏതാ ചീത്ത ഏതാന്ന് പിന്നെ റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ദിലീപൻ നോക്കി കഴിഞ്ഞാൽ പണ്ട് മുതലേ സ്പോണ്ടേനിയസ് ആയിട്ട് കൗണ്ടർ പറയുന്നതിനൊക്കെ അഗ്രഹണ്യനാണ്. പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. സോ അപ്പം ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ സ്ക്രിപ്റ്റ് ഓൾറെഡി ലോക്ക്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പം അതില് പുള്ളിയുടെ ഒരു ഇംപ്രവൈസേഷൻ അതെങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഒരിക്കലും ലോക്ക് ചെയ്ത് സ്ക്രിപ്റ്റിൽ ഷൂട്ട് ചെയ്യുന്ന ഒരാളല്ല. ഞാനിപ്പോൾ ഡിഫറെന്റ് ആയാലും ഈ പടം ചെയ്യുമ്പോഴും ലോക്ക്ഡ് അല്ല. കാരണം ഞാൻ എപ്പോഴും എന്റെ പ്രൊഡ്യൂസറിന്റെ അടുത്ത് ഞാൻ പറയുന്നത് എന്റെ റൈറ്ററിനെയും എന്റെ ക്യാമറാമാനെയും എന്റെ എഡിറ്ററെയും തൊട്ടടുത്തടുത്ത മുറികളിൽ എന്നാണ്. കാരണം നട്ടപ്പാതിരക്കൊക്കെ എഴുന്നേറ്റിട്ടായിരിക്കും എനിക്ക് ചിലപ്പോൾ നാളത്തെ സീൻ നമുക്ക് ഇങ്ങനെ പിടിക്കാം, അത് മാറ്റണം. അത് ഒരു മടിയില്ലാത്ത ഒരു റൈറ്റർ എനിക്ക് കൂടെ ഉണ്ടായിരുന്നു. അതുപോലെയാണ് എൻ്റെ എഡിറ്ററും എല്ലാം. അപ്പോൾ അങ്ങനെ ഞാൻ ഇവോൾവ് ചെയ്ത് മേക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാനൊരു സീൻ പോലും ഞാൻ കൃത്യമായിട്ട് പഴയ പോലെ ഈ പറയുന്ന പോലെ മാർക്ക് ചെയ്ത് മിഡ് വൈഡ് മാസ്റ്റർ ഷോട്ട് അങ്ങനെ മാർക്ക് ചെയ്ത് പോയിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ആ ആക്ടറിന് ഒരു ടോട്ടൽ ഫ്രീഡം കൊടുത്ത് അവിടെ ഒരു സ്റ്റേജ് ചെയ്യുന്ന എൻ്റെ പ്രോസസ്സ് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ അല്ല, ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് ഇതാണ് ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഞാൻ ദിലീപേട്ടൻ എന്ന് പറയുന്ന ഒരു നടൻ പവിത്രനായിട്ട് വരികയും ബാക്കിയുള്ള മറ്റ് ക്യാരക്ടേഴ്സ് എല്ലാം എത്തിയതിനു ശേഷമാണ് ആ സീൻ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മളൊരു ഷോട്ട് പോലും ഞാൻ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് നമുക്കിത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കിപ്പോ ആ ഡയലോഗ് ഓൾറെഡി രാജേഷ് എഴുതിയതിൽ തന്നെ ഒരു ഹ്യൂമർ ഉണ്ട്, അതിന്റെ മുകളിലാണ് ദിലീപേട്ടൻ പ്ലേ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആഡ് ഓൺസ് വളരെ നാച്ചുറൽ ആയിട്ട് അതിനകത്ത് വരുന്നുണ്ട്. അത് ചിലപ്പോൾ ടേക്കിലായിരിക്കും വരുന്നത്. അപ്പൊ ടേക്കിൽ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മളത് ഓക്കെ പറയണം. അതല്ല നമ്മളിനി അതിന്റെ റിഹേഴ്സൽ ടൈമിൽ വരികയാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് ദിലീപേട്ടൻ പറയുന്നത് നമുക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നി. കാരണം ഇതൊരു എന്താ പറയാ ഒരു വലിയ കൊട്ടയാണ്, അതിനകത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിനകത്ത് നമുക്ക് വേണ്ടത് മാത്രം ഇങ്ങനെ എടുത്താൽ മതി. അപ്പൊ അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ഒരു ഷൂട്ടിംഗ് അനുഭവമായിരുന്നു എനിക്ക് പേഴ്സണലി. ഇപ്പോ കാര്യസ്ഥനായിട്ട് വന്നിട്ട് 2010 അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു 100ാമത്തെ സിനിമയിൽ ചരിത്ര ആവർത്തിക്കൊക്കെ. നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ? നിങ്ങളുടെ സപ്പോർട്ടാണ് അതിനാവശ്യം. നമ്മൾ സിനിമ ഉണ്ടാക്കി സിനിമ നാളെ കഴിഞ്ഞ് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ഇലക്ഷന്റെ ദിവസമാണ്, അന്ന് നമുക്ക് ഒഴിവാണ്. നിങ്ങൾ വോട്ടൊക്കെ ചെയ്തതിന് ശേഷം നേരെ തിയേറ്ററിലേക്ക് വരിക, നമുക്കിത് എൻജോയ് ചെയ്യാം. ആ ഒരു മനസ്സോടുകൂടി വരിക, നമ്മൾ അടിച്ചു പൊളിക്കാം. എന്നാ അല്ലാത്ത പൊളിക്കലല്ല, അല്ലേ? ഡയറക്ടർ പറയുന്നത് ഒരു ഗ്രേ ഷെയ്ഡിൽ നിന്ന് തുടങ്ങി കഥാപാത്രം മാറുന്നതാണ് ഈ സിനിമ. ഇതിന്റെ ടൈറ്റിൽ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ 3 ഹൃദയം കൊടുത്തിട്ടുണ്ട്, 5 നായകന്മാരാണ്. ഇതൊരു പ്രണയകഥയാണ്. കഥയാണ്. പവിത്രൻ അയാൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരവസ്ഥയിൽ അയാൾ ഒരു പ്രണയത്തിൽപ്പെടുന്നത് തന്നെയാണ് അതിന്റെ. ഇതൊരു റൊമാൻറ്റിക് കോമഡി സസ്പെൻസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുള്ള സംഭവം തന്നെയാണ്.
ദിലീപേട്ട ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം വൈറലായ ഒരു ഡയലോഗ് ഉണ്ട്. അതായത് ദിലീപേട്ടൻ സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ പറഞ്ഞ ഡയലോഗാണ്. അതായത് ഇപ്പൊ ഒരു ആണിനും പെണ്ണിനും പ്രണയിക്കാൻ മാത്രമല്ല രണ്ട് സുഹൃത്തുക്കളായിട്ടും ഇരിക്കാൻ ഇപ്പൊ സോഷ്യൽ മീഡിയ നല്ല വൈറലായി കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും അത് അങ്ങനത്തെ ഒരു മെസ്സേജ് അല്ല, അതായത് ഒരു പ്രണയം മാത്രമല്ല അങ്ങനത്തെ ഒരു മെസ്സേജ് സിനിമയാണോ? 100% പ്രണയം മാത്രമാണ് ഇപ്പൊ അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ. ഒരാണും പെണ്ണും സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് പ്രണയമില്ല. എനിക്ക് ഒരുപാട് സ്ത്രീ സുഹൃത്തുക്കളുള്ള ഒരാളാണ്. അതിന്റെ ഇടയിൽ പ്രണയമൊന്നും ഉണ്ടായിട്ടില്ല. കാണുന്നവരുടെ കാഴ്ചപ്പാടിന്റെ വിഷയമാണ്. പക്ഷെ ഒരാണും പെണ്ണും തമ്മിൽ സംസാരിക്കാന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ ഇല്ല. ഇപ്പൊ എടാന്ന് നമ്മളെ വിളിക്കുന്നത് നമ്മുടെ പെൺസുഹൃത്തിനെ അത്രയും വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എടാ എടി എന്ന് വിളിക്കണമെന്ന് അതിനൊരു ഇതുമില്ല. അപ്പൊ ഭയങ്കര ബോണ്ടാണ് ശരിക്കും പറഞ്ഞാല് ബോയ്സ് ആൻഡ് ഗേൾസ് അല്ലെങ്കിൽ ആണും പെണ്ണും എന്ന് പറയുന്ന സംഭവം. ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന എത്ര സുഹൃത്തുക്കളുണ്ട് അല്ലെ? നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള കാര്യമാണ്. നമുക്ക് ചിലപ്പോൾ വീട്ടിൽ പറയാൻ പറ്റാത്തൊരു സങ്കടം നമ്മുടെ ആ പെൺ സുഹൃത്തിനോട് നമുക്ക് പറയാൻ പറ്റും. അവരത് കണ്ട് ഇനി അയാൾക്കൊരു എന്താ പറയാ ഫാമിലി കാര്യങ്ങളുടെ പോലെ അതിൽ സപ്പോർട്ട് ചെയ്യുന്ന എത്ര പെൺ സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അതിനകത്ത് അതെല്ലാം കൂടി പറയുന്ന ഒരു സിനിമ തന്നെയാണ് ഇത്. ശരിക്കും ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ലവ് ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സാധനം തന്നെയാണ്. അയാൾ ഞാനല്ല ഡിയർ ഫ്രണ്ട് ഇപ്പൊ പറയുന്നുണ്ട്. മൂന്ന് ടൈപ്പ് ജോണറിലെ സിനിമ. ഈ കോമഡി ജോണർ കോമഡി ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഹ്യൂമർ എൻജോയ് ചെയ്യുന്ന ആളാണ്. ഹ്യൂമർ അതുപോലെ ഞങ്ങളുടെ സൗഹൃദങ്ങൾ ഒത്തുചേരലൊക്കെ, കാരണം ഈ സിനിമയിൽ കാണുന്നതിൻ്റെ ഒരു 10 ഇരട്ടി തമാശ ഞാനും രാജേഷും തമ്മിൽ ഷെയർ ചെയ്യാറുണ്ട് പലപ്പോഴും. ഞങ്ങൾ ഒരുമിച്ചിരുന്നാൽ രാജേഷ് പൊതുവെ ഭയങ്കര മുരടനായിട്ടുള്ള സ്വഭാവമുള്ള ആളാണെന്നാണ് പൊതുവേ ഉള്ളൊരു സംസാരം വീട്ടിലും ഒക്കെ. പക്ഷേ അത് മുഴുവൻ പൊടിച്ചത് ഞാനാണ്. എൻ്റെ കൂടെ കൂടിയ ശേഷം ഞങ്ങൾ എഴുത്ത് തുടങ്ങിയിട്ട് ഇതിപ്പം 5 വർഷമായി. അപ്പൊ ഇങ്ങനെ നിരന്തരം അപ്പോ സിനിമയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ തമാശകളും ഒരുപാട് ഞങ്ങൾ എഴുതിയിട്ടും അതിനകത്ത് നിന്ന് ചുരുക്കിയിട്ടാണ് നമ്മൾ ഈ സിനിമയിൽ എന്ന് വിചാരിച്ചു ഇതൊരു ത്രൂ ഔട്ട് ചിരിപ്പിക്കുന്ന ഇപ്പൊ CID മൂസ പോലൊരു സിനിമയൊന്നും അല്ല. ഒരു വളരെ രസകരമായിട്ട് ഇങ്ങനെ കണ്ടുപോകാവുന്ന, കാരണം പവിത്രൻ്റെതായുള്ള ചില ശാഠ്യങ്ങളും ചില കുരുത്തക്കേടുകളൊക്കെ ഉണ്ട്. അത് നമുക്കിങ്ങനെ രസിച്ച് കണ്ടുപോകാവുന്ന ഒരു സിനിമയാണ്. എന്നിട്ട് എവിടേക്കോ പവി നമ്മുടെ ഉള്ളിലേക്ക് കയറും. അപ്പൊ ഇപ്പൊ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയുമായിട്ട് നമുക്ക് എപ്പോഴും പ്രണയം അല്ലെങ്കിൽ രണ്ടുപേരും സംസാരിച്ചാൽ പ്രണയം എന്നുള്ളതിനപ്പുറത്ത് സൗഹൃദമുണ്ട്. അപ്പൊ അത് തിരിച്ചറിയുന്ന ഒരുപാട് മൊമെന്റുകൾ, അങ്ങനെ ആ മൊമെന്റിലേക്ക് എത്തുന്നതൊക്കെയാണ്. അങ്ങനെ ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ എല്ലാ ഇതും പോകും. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ അത് മനസ്സിലാവും. തമാശ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമാണ് പേഴ്സണലി. ഞാൻ ഇനി അടുത്തതൊരു തമാശ പടം ചെയ്യാം എന്ന് വിചാരിച്ചിട്ടല്ല. എനിക്ക് സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആദ്യം ആ കഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ എല്ലാ പ്രേക്ഷകനാണ് അതിനകത്ത് ഇഷ്ടം വരുന്നത്. അപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ട 3 കഥകളാണ് ഞാൻ സിനിമയായിട്ട് ചെയ്തത്. അല്ലാതെ ഓരോന്ന് ഇനി അടുത്തത് മാറിപ്പിടിക്കണം അങ്ങനെ ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ഒന്നും എനിക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2ാമത് കമ്മിറ്റ് ചെയ്യുന്ന പടമാണിത് ചേട്ടനുമായിട്ട്. പക്ഷെ സംഭവിച്ചത് ഡിയർ ഫ്രണ്ട് ആണ്. കാരണം അതിനിടയിൽ കോവിഡ് വന്നപ്പോൾ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ദിലീപേട്ടൻ ചോദിച്ചു, നമുക്കിത് വേണമെങ്കിൽ ഇപ്പൊ OTT വേണ്ടിയിട്ട് ചെയ്യാം, പക്ഷെ ഇത് OTT സിനിമയല്ല വിനീത്. അപ്പൊ വിനീതിന് എന്താ തോന്നുന്നത്? ഞാൻ പറഞ്ഞു, ചേട്ടാ തീർച്ചയായിട്ടും ഇത് തിയേറ്ററിക്കൽ ഫിലിമാണ്. തിയേറ്ററിൽ തന്നെ ആളുകൾ അത് എൻജോയ് ചെയ്ത് കാണണം. ഒരു മാസ് ക്രൗഡിന് എൻജോയ് ആവുന്ന ഒരു സിനിമയാണ്. അങ്ങനെയാണ് നമ്മൾ എൻ്റെ 3ാമത്തെ സിനിമയായിട്ട് ഇത് മാറുന്നത്. ആ കോവിഡ് ടൈമിലാണ് ഞാൻ ഡിയർ ഫ്രണ്ട് ഷൂട്ട് ചെയ്തത്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെയുള്ളൊരു തമാശയാണ്, അല്ലാതെ ഞാൻ നിർബന്ധപൂർവ്വം തമാശ സിനിമ ചെയ്തതല്ല. ഒരുപാട് ഒരു ഇന്റർവ്യൂവിൽ ജയറാമേട്ടൻ പറയുന്നുണ്ടായിരുന്നു കുറെ പരാജയങ്ങൾ ജയറാമേട്ടൻ സംഭവിച്ചപ്പോൾ ജയറാമേട്ടനോട് ഞാൻ ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ഈ സിനിമ ഇങ്ങനെ പരാജയപ്പെടാൻ കാരണം എന്ന് ചോദിച്ചു. ജയറാമേട്ടൻ പറഞ്ഞൊരു വാക്ക്, എനിക്ക് നോ പറയാൻ അറിയില്ല ആരോടും, അതുകൊണ്ടാണ് ചില സിനിമകൾ പരാജയപ്പെട്ടു പോകാൻ വന്നു പറയുന്നുണ്ടായിരുന്നു. അപ്പോ ഈ ദിലീപേട്ടന്റെ ഈ അടുത്ത് വന്ന സിനിമകൾക്കെല്ലാം തന്നെ ഇത്തരം നോ പറച്ചിൽ വേണ്ടിയിരുന്നില്ലേ എന്ന് തോന്നുന്നു. നോ എന്ന് പറയുന്ന വേർഡ് പറയാൻ മടിയുള്ള ഒരാൾ തന്നെയാണ് ഞാനും. അത് വലിയ സത്യമുള്ള കാര്യം. കാരണം അതിനു മുമ്പ് തന്ന വിജയ ചിത്രങ്ങളോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പല സ്ഥലത്തും നോ പറയാതെ ഇൻഡയറക്ട്ലി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ പരാജയങ്ങളിൽ നിന്നും ഒരു സിനിമ പരാജയപ്പെട്ട ഉടനെ അത് എന്റെ കുഴപ്പമല്ല എന്ന് പറഞ്ഞു ഞാൻ മാറില്ല. അതില് ഞാനും ഒരു ഭാഗവാക്ക് തന്നെയാണ്. ഓരോ ശ്രമങ്ങളാണ് ഓരോ സമയം. ഞാൻ നേരത്തെ പറഞ്ഞില്ല,
അങ്ങനെ സംഭവിച്ചു. അത് നമ്മൾ വിചാരിച്ച പോലെ വർക്കൗട്ട് ആയില്ല. ആ ഡിഷ് ശരിയായില്ല, ഇത് പറഞ്ഞ പോലെ ആ ചേരുവകൾ ശരിയായില്ല, നമ്മൾ മാറ്റി വെച്ചു, അത് ആൾക്കാർക്ക് ഇഷ്ടമായില്ല. ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ അടുത്ത സംഭവം നോക്കുന്നു. നമ്മൾ ഈ പവി കെയർടേക്കർ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മള് ദൈവമേ ഇത് നന്നാവണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് വരണത്. ഇനി ബാക്കിയെല്ലാം നമ്മൾക്ക് ഈ സിനിമയെ കുറിച്ച് നമുക്ക് അറിയുള്ളൂ. ഈ സിനിമ നമ്മൾ കണ്ടു, ഇതിനെക്കുറിച്ച് ഇതിങ്ങനെയാണ് ഈ സിനിമ എന്നുള്ളത് നിങ്ങളോട് പറയുന്നു, നിങ്ങളിത് പ്രേക്ഷകരെ അറിയിക്കുന്നു. ഇനി പ്രേക്ഷകർ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതൊക്കെ ദൈവത്തിന്റെ കയ്യിലോ അവരുടെ കയ്യിലോ നമുക്കറിയില്ല. ഇനിയുള്ള ദിവസങ്ങൾ അവരെന്ത് പറയുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്താണ് അല്ലേ, അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സിനിമ ആദ്യം പോയത് ഫാസിൽ പറഞ്ഞു. അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാനല്ല കഴിഞ്ഞ ശേഷം ഫഹദ് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു എൻ്റെ അടുത്ത സിനിമ ഫഹദായിട്ട് തന്നെ ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഫഹദ് ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഞങ്ങൾ മീറ്റ് ചെയ്യുകയും പല കഥകളും ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഞങ്ങളൊരു പ്രൊഡക്ഷനായിട്ട് കമ്മിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു, നമുക്കൊരു സിനിമ ഒരുമിച്ച് തന്നെ ചെയ്യാം. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കഥ എത്തിയില്ല. അങ്ങനെ ആ ആലോചന നടക്കുന്നതിന്റെ ഇടയിലാണ് രാജേഷ് എൻ്റെ അടുത്ത് വന്നിട്ട് ഈ കഥ പറയുന്നത്. അപ്പൊ ഇത് ഈ ക്യാരക്ടറിന്റെ സ്വഭാവം കൊണ്ടും ഈ ക്യാരക്ടറിന്റെ ഒരു ഏജ് വെച്ചിട്ടും ഫഹദിന് ചെയ്യാവുന്ന ഒരു സിനിമയല്ല ഇത് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് ഈ സിനിമ ദിലീപേട്ടനാണ് ഇതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൾ. അങ്ങനെയാണ് ദിലീപേട്ടനിലേക്ക് എത്തുന്നത്. ഫഹദ് പറഞ്ഞു, ഫഹദല്ല പറഞ്ഞു, ലാൽ ജോസ് ആണ്. അല്ല, ലാലുവേട്ടന്റെ അടുത്ത് ഞാൻ ഈ കഥ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഓരോ സിനിമയ്ക്കും ഒരു ആക്ടർ ആപ്റ്റായിട്ട് തോന്നുമല്ലോ ഒരു കഥ കേൾക്കുമ്പോൾ. ഇപ്പൊ ഫഹദിന് പറ്റുന്ന പോലുള്ളൊരു കഥാപാത്രം ആയിരിക്കില്ല ഇത് എന്നുള്ളത് കൊണ്ടായിരിക്കും. പിന്നെ മാത്രമല്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാനിപ്പോ ഈ കഥ കേട്ടിട്ട് ഇത് ഫഹദിന് പറ്റുന്ന കഥയാണോ എന്നല്ല ഞാൻ ആലോചിച്ചത്. ഈ കഥയ്ക്ക് പവിത്രന് ഏറ്റവും യോഗ്യനായിട്ടുള്ള ആരാണ് നിങ്ങളുടെ മനസ്സിൽ എന്നാണ് ഞാൻ റൈറ്ററിന്റെ അടുത്ത് ചോദിച്ചത്. അപ്പൊ അദ്ദേഹം ഫസ്റ്റ് പറഞ്ഞ പേരാണ്. അല്ലാതെ ഈ കഥയിലേക്ക് ഫഹദിനെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല. ഫഹദിന് ഈ ക്യാരക്ടറും ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ പല ക്യാരക്ടറും ഫഹദിന്റെ നടൻ എന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്ത ഒരാളാണ്. ഫഹദിന് ഏത് സിനിമയും ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കഥാപാത്രത്തിന്റെ അതിന്റെ ഒരു ഏജ് ഉണ്ട്, ആ ക്യാരക്ടറിന്റെ നമ്മൾക്ക് അതിന്റെ എല്ലാ രീതിയിലും അത് സ്യൂട്ട് ചെയ്യുന്ന ഒരു ആക്ടർ ഉണ്ടാവും. അപ്പൊ ദിലീപേട്ടനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ദിലീപേട്ടന്റെ ഒരു ആക്ടിങ് സ്റ്റൈല് ആ ഒരു ടെംപ്ലേറ്റിൽ വേറൊരു നടനില്ല. അദ്ദേഹത്തിന്റെ ഒരു ഇപ്പൊ നേരത്തെ ചോദിച്ച പോലെ ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യം ചോദിച്ചു, ഒരു കമന്റ് കണ്ടിട്ട് അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ അത് ആ കഥാപാത്രം വരുമ്പോഴാണ്, നമുക്ക് അത്തരത്തിലുള്ള ഒരു കഥാപാത്രം വരുമ്പോഴല്ലേ നമുക്ക് അവിടെ ഫ്ലെക്സിബിൾ ആവാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു പോലീസുകാരനായിട്ട് അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈം സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് അവിടെ ഫ്ലെക്സിബിൾ ആവാൻ പറ്റില്ല. അപ്പൊ അത് ഒരു കഥാപാത്രം വരണം അതുപോലെ. അപ്പൊ ഈ സിനിമ ദിലീപേട്ടൻ എന്ന് പറയുന്ന നടന് പൂർണ്ണമായിട്ടും സ്പേസിലുള്ള ഒരു സിനിമയാണ്. നമ്മൾ മുമ്പ് കണ്ട ദിലീപേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മാനറിസംസും ബോഡി ലാംഗ്വേജ് ഒക്കെ അതുണ്ട്. പക്ഷെ എന്നാൽ പവിത്രനിൽ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം ചില സീനിൽ ദിലീപേട്ടൻ നടത്തത്തിൽ പോലും അങ്ങനെ ഞാൻ ദിലീപേട്ടൻ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇത് ഞാൻ കാണുമ്പോൾ, ഞാൻ ഇവിടെ ഡയറക്ടർ കാണുമ്പോൾ ഇത് പവിത്രനാണ്. അത് ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് പവിത്രനിലേക്ക് ദിലീപേട്ടൻ എത്തുന്നത്. അപ്പൊ ഓരോ ദിവസം ഷൂട്ട് നമ്മൾ തുടങ്ങിയുള്ള ദിവസങ്ങളിൽ എന്നോട് ചോദിക്കും പവിത്രൻ ആവുന്നുണ്ടോ. കാരണം ഈ പവിത്രനിലേക്ക് എത്തുക എന്ന് പറയുന്നത് എനിക്കും അറിയില്ല പവിത്രൻ എങ്ങനെയാണെന്ന്. നമുക്ക് കുറെ ധാരണകളുണ്ട്. പവിത്രൻ ഇത്രയും പ്രായമായിട്ടും അല്ലെങ്കിൽ ഈ ഒരു ഏജിൽ നിൽക്കുമ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല, പ്രണയം സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾക്ക് അത്യാവശ്യം നല്ല പിശുക്കുണ്ടാവും, ഭയങ്കര വൃത്തിയായിരിക്കും വീട്ടില്. കാരണം ഇനി ഇയാളുടെ പ്രണയം സംഭവിക്കുന്നത് ഇയാൾ പ്രതീക്ഷിക്കുന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ എഴുത്തിന്റെ ഘട്ടത്തിൽ തന്നെ ഞാൻ പ്രാവശ്യം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇയാൾ എങ്ങനെ നടക്കും, അപ്പൊ ഇതൊക്കെ നമുക്ക് പിന്നെയാണ് അത് രൂപപ്പെട്ടു വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാൾ ദിലീപേട്ടനാണ് ഈ ക്യാരക്ടർ ചെയ്യാൻ. പല ക്യാരക്ടർ ദിലീപേട്ടൻ കൂടുതൽ അങ്ങനെയാണ് അത്തരം ക്യാരക്ടർ കെയർടേക്കർ എന്നൊരു ക്യാരക്ടറും ചെയ്യുന്നു, കഥാപാത്രം ചെയ്യുന്നു. ഒബ്സർവേഷൻ ഒരു ആക്ടർ എത്രത്തോളം ആ ആക്ടിങ്ങിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇയാള് നമ്മുടെ മുമ്പിലുള്ള ഒരാളാണ്. നമ്മൾ പല സെക്യൂരിറ്റി ആളുകളെയും കെയർടേക്കേഴ്സിനെയൊക്കെ നമ്മൾ ദിവസം കാണുന്നുണ്ട്. അങ്ങനെ അവിടെയൊക്കെ ഒബ്സർവ് ചെയ്തിരുന്നല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ ആളെ നമ്മൾ പിടിക്കാൻ പോയിട്ടൊന്നുമില്ല. അപ്പൊ കുഞ്ഞുപുരം ചെയ്യുമ്പോൾ 5-6 വൈകല്യമുള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് അവരിൽ നിന്ന് ഒരാളെ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് പറയുന്ന പോലെ ഇത് അങ്ങനെ ഒന്നും പറയാൻ പറ്റൂല. ഇയാൾ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളായിരിക്കും, ഇയാൾ നിങ്ങളുടെ ഇടയിലുള്ള ഒരാളായിരിക്കും എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പവിത്രനാണ്.
അതിന് തീരുമാനമൊന്നും ആയിട്ടില്ല. എന്റർടൈനർ ആയിരിക്കും എന്തായാലും, ഞാനും പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഈ സൂപ്പർ ഹീറോ മൂവിയായ അതെ. 5ഓളം പടങ്ങൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, ചെയ്തിട്ടില്ല. പറക്കുമ്പം തുടങ്ങാൻ പോണുള്ളൂ. ഡിങ്കനും വീണ്ടും ഷൂട്ടിംഗ് തുടങ്ങാനുള്ള പരിപാടികളാണ്. ഇല്ല, അതിപ്പോ എന്താണെങ്കിലും ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ പടത്തിന് പേരിട്ടിട്ടില്ല. ക്യൂവിനും ജനഗണമനൊക്കെ ഷാരിസിന്റെ ഇതില് പുതിയ വിക്ടർ സ്റ്റീഫൻ എന്ന് പറഞ്ഞ ആള് വർക്ക് ചെയ്യുന്നു, ഡയറക്ടറായിരിക്കുന്ന പടം ചെയ്യുന്ന ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ബപ്പ, അതൊക്കെ എല്ലാം പുതിയ ആൾക്കാരുടെ രീതികളും കാര്യങ്ങളൊക്കെയാണ്. പറക്കും പപ്പൻ, ഇതൊക്കെയാണ് കണ്ടിന്യൂസ് വരുന്ന പ്രോജക്റ്റുകൾ. കീയാക്ഷി എന്നൊക്കെ ഉള്ളതാണ്. ദിലീപേട്ട കുറച്ച് മുമ്പ് അദ്ദേഹം ചോദിച്ചത് അതായത് ദിലീപേട്ടൻ ചെയ്ത കഥാപാത്രങ്ങളിൽ കുഞ്ഞിക്കുഞ്ഞായാലും ചാന്തുവട്ടലിലെ പച്ചക്കുതിരയായാലും അങ്ങനത്തെ ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫിസിക്കലി ആയാലും ശരി ചെയ്യുന്ന പെർഫോമൻസ് ആയാലും കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഇപ്പൊ ചെയ്യുന്നതല്ല നോർമലി ഉള്ള ദിലീപേട്ടനായിട്ട്, അല്ലെങ്കിൽ ദിലീപേട്ടന്റെ കഥാപാത്രങ്ങൾ എന്താ പറയുക, ദിലീപേട്ടന്റെ തന്നെ വിചാരിച്ച നടക്കുന്ന കുറച്ചുകൂടെ ചലഞ്ചിങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ മലയാള സിനിമ കിട്ടുന്നില്ലെന്ന് കരുതുന്നുണ്ടോ? കിട്ടുന്നില്ല, താങ്കൾക്ക് കിട്ടുന്നില്ല എന്ന് കരുതുന്നുണ്ടോ? അതേപോലെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന കഥകളല്ലേ നമുക്ക് എടുക്കാൻ പറ്റും. കഥകൾ പ്രതീക്ഷിക്കുന്നു, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് കിട്ടുമോ എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഇഷ്ടമാകാവുന്ന കഥാപാത്രങ്ങൾ. നമ്മുടെ രാജ്യത്തിന്റെ വിധി നിർണ്ണയിക്കുന്ന ഒരു ദിവസമാണല്ലോ റിലീസ് ഡേറ്റ്. അപ്പൊ ദിലീപേട്ടനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നിർണായകമാണ് പവി കെയർടേക്കർ? നിങ്ങൾ പറഞ്ഞാൽ ഇപ്പൊ എല്ലാം ഉണ്ട്. അപ്പോ നിങ്ങളുടെ വിലയേറിയ ഒരു വോട്ട് നമുക്ക് തരിക പവി കെയർടേക്കർ അല്ലേ? എല്ലാവരും വോട്ട് ചെയ്യാനുള്ള അവസരം പാഴാക്കാതിരിക്കുക, വോട്ട് ചെയ്യുക. വോട്ട് ചെയ്ത് കഴിഞ്ഞ് നേരെ തിയേറ്ററിലേക്ക് വരിക. പവി കെയർടേക്കറിന് അടുത്ത വോട്ട് കൊടുക്കുക. താങ്ക് യു. ദിലീപേട്ടന്റെ വിമർശനോട് നോക്കിയാൽ അറിയാം, അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു സുഹൃത്ത് അല്ലെങ്കിൽ അനിയൻ, അച്ഛൻ, അങ്ങനെ ഒരു കഥാപാത്രം അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ ഒപ്പമോ അതിനേക്കാളും മുകളിലോ പ്രേക്ഷകരോട് കയറുന്ന ഇപ്പം പഞ്ചാബി ഇതിലെല്ലാം അദ്ദേഹത്തിന്റെ ഒപ്പം അല്ലെങ്കിൽ അതിനെ മുകളിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമാണോ? ഇതില് ജോണി ചേട്ടന്റെ ക്യാരക്ടർ എങ്ങനെയാണ് മുകളിൽ നിൽക്കുന്നതാണോ? അതിൽ എന്താണ് അതിൽ? ആദ്യമേ ദിലീപനോട് പറഞ്ഞിരുന്നു ഒരിക്കലും എന്റെ മോളിൽ നിൽക്കരുത്, ഒരു മനുഷ്യർ ഒരു നില കണ്ടു നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ കൺട്രോളായിട്ടുള്ള ലെവലിൽ ആദ്യം കാഴ്ച ഇവിടെ കണ്ടാൽ മനസ്സിലാവും. വളരെ അത് വിനീത് തന്നെ അല്പം പോലും കൺട്രോൾ എന്നുള്ളത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കഥ. കാരണം ഞാൻ ഈ കൊച്ചിയിൽ തന്നെ ഒരുപാട് ഫ്ലാറ്റുകളിൽ താമസിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ഏറ്റവും ഞാൻ സൗഹൃദം സൂക്ഷിക്കുന്നത് സെക്യൂരിറ്റി ജീവനക്കാരുമായിട്ട്. കാരണം മിക്കവാറും കണ്ടിട്ടുണ്ടോ 55-60 വയസ്സായവരായിരിക്കും സെക്യൂരിറ്റീസ്. ഇവർക്കും വീടുണ്ട്. രാത്രി കാലങ്ങളിൽ അവർ ഉറക്കം വെച്ചായിരിക്കുന്നത്. ജോലി ചെയ്യുന്ന വേഷത്തിനെ കുറിച്ചൊക്കെ പറയണം. കേൾക്കൂ. അപ്പൊ ഞാൻ പറയാം ദിലീപ് സെക്യൂരിറ്റി അല്ല, ദിലീപ് കെയർടേക്കറും ദിലീപിനകത്ത് നന്മ ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞത് രാത്രി പകലെനിക്ക് ജങ്കാറ് കെട്ടി പോകേണ്ടതുകൊണ്ട് ദിലീപ് രാത്രി സെക്യൂരിറ്റി ആയിട്ട് ചോദിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അതുകൊണ്ട് ഞാൻ നോക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. എൻ്റെ സീൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. ദിലീപായിട്ടുള്ള കോമ്പിനേഷൻ ഇഷ്ടമായിട്ട് തോന്നി. പിന്നെ ഞാൻ ചിലപ്പോൾ ആലോചിക്കും, ഒരു ദിലീപിനെ വെച്ച് ഓരോ സിനിമ സംവിധാനം ചെയ്തു, ഇപ്പൊ അദ്ദേഹത്തിനോട് അഭിനയിക്കാൻ കഴിയുന്നു. അത് ഈ പറഞ്ഞ പോലെ കൂടെ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോരുത്തരും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അത്രയൊന്നും ആയിട്ടില്ലെങ്കിൽ നാളെ ചിലപ്പോൾ എന്നെ കുറിച്ച് അങ്ങനെ പറയാം. അങ്ങനെയാണല്ലോ കാലം, ചരിത്രം. അങ്ങനെ ഉണ്ടാവട്ടെ. എന്തായാലും പവി കെയർടേക്കറിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഒരു കാര്യം ഞാൻ പറയുന്നു, ലോൺസ് കഴിയുമ്പോൾ സാധാരണക്കാരൊക്കെ പറയും ആ ദിലീപിന്റെ പുതിയ പടമുണ്ടല്ലോ, അഭിനീതി പടം കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്, നന്നായിട്ട് കാണാൻ പടമാണ് എന്ന് പറയും എന്ന് എനിക്കൊരു ഉൾവിളി തോന്നുന്നുണ്ട്. അല്ല ഞാൻ ഫിലിമും കിടുങ്ങുന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം അല്ലെ ഇനി തന്നെ ജോണിച്ചേട്ടനും ദിലീപേട്ടനും ഒന്നിച്ച സിനിമയെ കുറിച്ച് നമ്മൾ ഇന്നും ഇവിടെ സംസാരിച്ചല്ലോ. അപ്പം ലൊക്കേഷനിലെ ജോണിച്ചേട്ടന്റെ സാന്നിധ്യം ഏതെങ്കിലും തരത്തില് സ്വാധീനിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അനുകൂലമായിട്ട് വന്നിട്ടുണ്ടോ സംവിധാനത്തിൽ? അല്ല, അത് ജോണിച്ചേട്ടൻ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സംവിധായകൻ നടനാവുമ്പോ നമുക്ക് കാര്യങ്ങൾ എളുപ്പമല്ലേ.
ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു സീൻ വായിച്ചു കഴിയുമ്പോൾ തന്നെ ജോണി ചേട്ടൻ അറിയാതെങ്കിൽ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ മനസ്സിൽ കണ്ട കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് എനിക്ക് മാറ്റണം എന്ന് തോന്നിയാൽ ഞാൻ പറഞ്ഞ അപ്പോൾ തന്നെ അത് ജോണി ചേട്ടൻ അതിനേക്കാൾ ഇരട്ടി തരും, അല്ലെങ്കിൽ കുഞ്ഞെ അത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് തരും. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു ഷെയറാണ്. എനിക്ക് അദ്ദേഹത്തിൽ നിന്നും മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ കാര്യങ്ങൾ ഭയങ്കര ഹെൽപ്ഫുൾ അല്ലേ. ടോണി കുഞ്ഞേ എന്നൊക്കെയാണ് ഇപ്പൊ വിളിക്കുന്നത്. പണ്ട് മോനേനെ കുറിച്ചപ്പോ വേറെ എന്തോ ഒരു കുഴപ്പങ്ങൾ അല്ലേ. ദിലീപേട്ട 26-ാം തീയതി ഇലക്ഷനുമാണ് ഈ സിനിമ ഇറങ്ങുവാണ്. അപ്പോൾ ഒരുപാട് രണ്ടിന് ഒരു വളരെ നിർണായകമായ ദിവസമാണ്. അപ്പം ഇനി കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാൻ? പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഏപ്രിൽ 26-ാം തീയതി നിങ്ങളുടെ അടുത്ത തിയേറ്ററിലേക്ക് പവി കെയർടേക്കർ വരികയാണ്. നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുമ്പോൾ പവി കെയർടേക്കറെ മറക്കാതിരിക്കുക. നിങ്ങളുടെ എന്താ പറയാ സ്നേഹത്തിന്റെ ഒരു കയ്യൊപ്പ് അല്ല, എങ്ങനെയല്ലേ പറയാ ജോണി, ഒരു തലോടൽ ഞങ്ങൾക്ക് തരിക, ഞങ്ങളെ അനുഗ്രഹിക്കുക. പവി കെയർടേക്കറിനെ ഒരു വലിയ വിജയമാക്കി തീർക്കാൻ നിങ്ങളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് എ ലോട്ട്.